മോർണിംഗ് റിപ്പോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ആണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഈ ക്രിസ്മസ് ദിനത്തിലെ ഈ പുലർവേളയിൽ ഭക്തി ഒപ്പം സംഗീത സാന്ദ്രമാക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സംഗീത ലോകത്തു നിന്നുള്ള രണ്ട് പ്രമുഖരാണ് നമ്മുടെ അതിഥിയായിട്ടുള്ളത്. പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ പുല്ലാങ്കുഴൽ നാദവിസ്മയം രാജേഷ് ചേർത്തലയും ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലൂടെ കേരളത്തിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള ജിനോ കുന്നുംപുറവുമാണ് ഇന്ന് നമ്മുടെ അതിഥികളായിട്ട് എത്തിയിട്ടുള്ളത്. ഇരുവർക്കും മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ടതായ കാര്യമില്ല. പ്രത്യേകിച്ച് രാജേഷ് ചേർത്തല പുല്ലാങ്കുഴലിൽ ഓരോ മലയാളിയുടെയും മനസ്സിൽ ഇടം നേടിയിട്ടുള്ള, ശരിക്കും ഒരുപാട് ഇടം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. ജിനോയെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തീയ ഭക്തി ഗാനങ്ങളിൽ വളരെ ശ്രദ്ധേയമായി തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകെട്ടിൽ പിറന്ന ജിനോയെക്കുറിച്ച് പറയുമ്പോൾ ജിനോയുടെ 107ാമത്തെ ആൽബം ക്രിസ്തീയ ആൽബത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പുല്ലാങ്കുഴൽ പൂങ്കുയിൽ നാദം എന്ന ഒരു ക്രിസ്തീയ ഭക്തി ഗാന ആൽബത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇത് നിങ്ങൾ രണ്ടുപേരുടെ ഒരു കൂട്ടുകെട്ടിലാണ് ശരിക്കും പിറന്നിട്ടുള്ളത്. രാജേഷ് ചേർത്തലയുടെ 10ഓളം പുല്ലാങ്കുഴൽ വായനയോടെയാണ് ഈ ആൽബം ഇറങ്ങിയിട്ടുള്ളത്. ആദ്യം തന്നെ ആൽബത്തെക്കുറിച്ചിട്ടൊന്ന് പറയും. ആദ്യമേ തന്നെ റിപ്പോർട്ടേഴ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും രാജേഷ് ചേർത്തലയുടെയും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ സ്നേഹപൂർവ്വം നേരുകയാണ്. വളരെ സന്തോഷം ഉള്ള ഒരു നിമിഷത്തിലൂടെയാണ് ഞാൻ രാജേഷും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 17 വർഷമായിട്ട് ഞാൻ സംഗീത രംഗത്തുണ്ട്, രാജേഷും അതിൽ കൂടുതൽ വർഷങ്ങളായിട്ട് ഈ രംഗത്തുണ്ട്. ഇപ്പം കുറേ വർഷങ്ങളായി രാജേഷ് ചേർത്തല ജനമനസ്സുകളിൽ സ്ഥാനം നേടിയിരിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഫ്ലൂട്ട്. അത് വളരെ മനോഹരം, ഒത്തിരി പേര് വായിക്കുന്നവരുണ്ടെങ്കിലും ആൾക്കാരുടെ മനസ്സ് കീറിപ്പറിക്കുന്ന രീതിയിലുള്ള, അതായത് രാജേഷിൻ്റേതായിട്ട് ശൈലിയിൽ വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ളൊരു പ്ലേയിങ്ങിലൂടെയാണ് രാജേഷ് ഇപ്പം ആൾക്കാരുടെ മനസ്സിൽ കൂടുകൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള രാജേഷിൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പുറത്തിറക്കിയ ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ ഒരു 10 പാട്ടുകൾ, ഹിറ്റായിട്ടുള്ള പാട്ടുകൾ സെലക്ട് ചെയ്ത് അത് ഫ്ലൂട്ടിൽ രാജേഷിനെ കൊണ്ട് വായിപ്പിച്ച് ഇപ്പം പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതിൽ ഏകദേശം ഒരു 4 പാട്ടോളം റിലീസായിട്ടുണ്ട്. അത് ഇപ്പോൾ സൂപ്പർ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ്. രാജേഷ് ചേർത്തലയിലേക്ക് വരുമ്പോൾ ഒന്ന് കേട്ടിട്ടുള്ളവർ, തങ്ങളുടെ പുല്ലാങ്കുഴൽ വായന ഒന്ന് കേട്ടിട്ടുള്ളവർ പിന്നീട് അത് മറക്കില്ല. അവരുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവും. താങ്കളെപ്പോലൊരാളെ നേരിൽ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഞാനും. തീർച്ചയായിട്ടും നമുക്ക് ക്രിസ്തീയ ഭക്തി ഗാനം ഇപ്പോൾ പൂങ്കുയിൽ നാദത്തിലെ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം തന്നെ ആദ്യം ആലപിച്ച് നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും ഈ ആൽബത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, ജിനുച്ചേട്ടൻ്റെ മ്യൂസിക് ഫാക്ടറിയിൽ എനിക്കും പങ്കുചേരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഒത്തിരിയേറെ ആക്ടിവിറ്റീസ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ജിനുച്ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നന്മയിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഈ വർക്ക് ഞങ്ങൾ എന്താ പറയുക, വളരെ കഷ്ടപ്പെട്ട് ചെയ്തൊരു ഷൂട്ടിംഗ് ഒക്കെയാണ് ഇത്. ശരിക്കും MJCയുടെ മനോഹരമായ മ്യൂസിക്കാണ് മേലെ തീശോയെ, അതാണ് ഫസ്റ്റ് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ട്യൂൺ വായിക്കാൻ കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ആ പാട്ട് വായിക്കാം, മേലെ തീശോയെ. തീർച്ചയായിട്ടും ഈ മേലമാനത്തെ ഈശോ രാജേഷ് വായിക്കുന്ന പാട്ടിൻ്റെ M ജയേന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ചാണ്. ശ്രീകുട്ടി എന്നൊരു സിംഗറിനെ മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഗാനമാണ്. ഓക്കെ. തീർച്ചയായിട്ടും നമുക്ക് രാജേഷ് ചേർത്തലയുടെ പുല്ലാങ്കുഴൽ വായനയ്ക്ക് ശേഷം അതിൻ്റെ ദൃശ്യങ്ങളൂടെ നമുക്കൊന്ന് കാണാം. ഓക്കെ, എന്തായാലും നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളൂടെ ഒന്ന് കാണാം. വീണ്ടും വരുമ്പോൾ പൂങ്കുയിൽ നാദത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് റിസ്ക് എടുത്താണ് ചിത്രം ഇത് ഒന്ന് പൂർത്തീകരിച്ചതെന്ന് രാജേഷ് ചേട്ടൻ പറയുകയുണ്ടായി. എന്താണ് ശരിക്കും അതിനകത്ത് നമുക്ക് കൂടുതലായിട്ട്
ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്? സാധാരണ ഇപ്പോൾ രാജേഷ് ചേർത്തലയുടെ ഉൾപ്പെടെ ഒരുപാട് വേർഷൻസ്, ഇതിപ്പോൾ ഫ്രൂട്ട് വേർഷനാണ്, അതുപോലെ തന്നെ പല പല വേർഷൻസ് നമ്മൾ കാണാറുണ്ട്. സാധാരണ രീതിയിൽ അത് ചിത്രീകരിക്കുമ്പോൾ സാറിന് ഇപ്പോൾ ഫ്രൂട്ട് വായിക്കുമ്പോൾ ഫ്രൂട്ടിനാണല്ലോ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അതിൻ്റെ പശ്ചാത്തലം കൂടി അതുപോലെ തന്നെ മനോഹരമായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യുമെന്ന് തോന്നിയുകൊണ്ട് രാജേഷിനോട് ആദ്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിരുന്നു വെറൈറ്റി ആയിട്ടുള്ള ലൊക്കേഷൻ. അപ്പോൾ രാജേഷിനോട് കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഒത്തിരി ഉയർന്ന മലകളും അല്ലെങ്കിൽ വെള്ളത്തിലൂടെയൊക്കെ യാത്രകളൊക്കെ ആയിട്ട് റിസ്ക് എടുക്കണമെന്ന് പറഞ്ഞു. രാജേഷ് അതുകൊണ്ട് തയ്യാറായി. അപ്പോൾ ഞങ്ങൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള, അപ്പം മൂവിയിലൊക്കെ കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വാഗവൺ, അതുപോലെ പീരുമേട്, കുട്ടിക്കാനം, അങ്ങനെ ഒരുപാട് വെറൈറ്റി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ രാജേഷ് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് പ്രധാന കാരണം. പിന്നെ അതിൻ്റെ കീബോർഡ് ബാക്കിങ് ചെയ്യുന്ന മധു പോൾ എന്നുകൊണ്ടുള്ള പ്രമുഖനായിട്ടുള്ള കീബോർഡിസ്റ്റാണ്, അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. അതിന് ക്യാമറ ചെയ്തിരിക്കുന്ന ജോബിൻ കാനഡാണ്. ഒരു 10-20 പേരുടെ കൂട്ടായ ശ്രമഫലമായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ വളരെ മനോഹരമായി ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, വീണ്ടും രാജേഷ് ചേർത്തലയിലേക്ക് വരുമ്പോൾ താങ്കളുടെ തുടക്കം എങ്ങനെയായിരുന്നു ഈ ഒരു പുല്ലാങ്കുഴൽ വായനയിൽ? പറഞ്ഞിരുന്നു ജാസി ഗിഫ്റ്റിൻ്റെ ഒരു അഴകാലില്ല എന്നുള്ള ഒരു ഗാനത്തിലൂടെയാണ് തുടക്കം. അദ്ദേഹമാണ് ഫിലിമിലേക്ക് എൻട്രി തരുന്നത്. ഞാൻ എൻ്റെ സ്കൂൾ തലത്തിലാണ് വായിച്ചു തുടങ്ങിയത്. ഏകദേശം ഒരു 7ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലാണ് ഫസ്റ്റായിട്ട് ആദ്യം പെർഫോം ചെയ്യുന്ന സ്കൂളിലാണ്, കണ്ണങ്കര സെൻറ്റ് മാത്യൂസ് ഹൈസ്കൂളിൽ. മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു? ആക്ച്വലി ആ സമയത്ത് ഞാൻ പാട്ടുകാരനായിരുന്നു ആ സമയത്ത്. പിന്നീട് ഇങ്ങനെ ഗ്രാജുവേറ്റ് ഫ്ലൂട്ടിലേക്ക് വന്നു, പിന്നെ ചേർത്തല SM കോളേജിൽ വന്നു. സ്കൂളും കോളേജും എൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരുമാണ് നമുക്ക് ഏറ്റവും സപ്പോർട്ടായിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ മാറി മറിയുന്നത്. അതെ. ഓക്കെ, എന്തായാലും ഈ ഒരു കാലയളവിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു ഗാനം ഒന്ന് ആലപിക്കുമോ? ഇപ്പോൾ നമ്മുടെ ആൽബത്തിലാണോ അതോ അല്ലാതെ പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഇടവേളയ്ക്ക് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ താരാപഥമൊക്കെ എടുത്തു പറയേണ്ട സംഭവങ്ങളാണെങ്കിൽ തന്നെയും രാജേഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഗാനം? എനിക്ക് ഫ്ലൂട്ടിൽ പെട്ടെന്നൊരു പാട്ട് വായിക്കാൻ പറഞ്ഞാൽ ഏറ്റവും ആദ്യം വരിക ജോൺസൺ മാസ്റ്റർ പാട്ടുകളാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരിക. ഓക്കെ, പിന്നെ വരുമ്പോൾ പുല്ലാങ്കുഴലിൽ ഇപ്പം ഒരു നടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുഖത്ത് ഒരുപാട് ഭാവങ്ങളൊക്കെ മിന്നി മറിയാറുണ്ട്. അതുപോലെ തന്നെ പുല്ലാങ്കുഴലിലും വിവിധ ഭാവങ്ങൾ വായിച്ച് താങ്കൾ ശ്രദ്ധേയനായിട്ടുണ്ട്. ആ ഭാവങ്ങളൊന്ന്, ദുഃഖം, സന്തോഷം അടക്കമുള്ള എക്സ്പ്രഷൻസുകൾ.
എന്താ പറയുക, പറയാനുള്ള വാക്കുകളില്ല. എങ്കിൽ വല്ലാതെ വിഷമിപ്പിച്ച ഒരു സാഡ് ആയി, പിന്നെ അത് ഹാപ്പി മൂഡിലേക്ക് വന്നിട്ട് പിന്നെ പേടിപ്പിച്ച് കളഞ്ഞൊരവസ്ഥയിലേക്ക് വന്നു. ഈ ഒരു ഓടക്കുഴൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം വെച്ചിട്ട് ഇത്രയും മനോഹരമായിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? അല്ലെങ്കിൽ ഇത് നമ്മൾ എന്തെങ്കിലും ഗുരുക്കളോ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ തന്നെ പഠിച്ചതാണോ ഇത്? ഇത് ഞാൻ എൻ്റെ മാഷിൻ്റെ പേര് സൺബ്രൈറ്റ് മാസ്റ്റർ എന്നാണ്, ചേർത്തലക്കാരൻ, പുത്തനങ്ങാടി ഉള്ളതാണ്. മാഷിൻ്റെ അടുത്താണ് ഞാൻ ആദ്യം പഠിച്ചത്. ഇപ്പോൾ സാക്ഷാൽ ഹരിപ്രസാദ് ചൗരസ്യ ജിയുടെ അടുത്ത് ഞാൻ പഠിക്കുന്നത്, പണ്ഡിറ്റ്ജി എടുത്ത് പഠിക്കുന്നത് ഞാൻ. അതെ. പിന്നെ മ്യൂസിക്കലിലും കുറേ ഒരു ചേർത്തല ഒരു സേവിയർ മാഷ്, ആൾ ബ്ലൈൻഡാണ്. മാഷിനെ കീബോർഡും ഫ്ലൂട്ടും കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കരുവ മോഹൻ മാസ്റ്റർ, പിന്നെ ചേർത്തല പപ്പും പാകരാജനടുത്ത് പഠിച്ചിട്ടുണ്ട്, മൈത്ര. അങ്ങനെ കുറേ ഗുരുക്കന്മാരുണ്ട്. പിന്നെ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സും നമ്മളെ എന്താ പറയുക, ഗുരുസാനികരാണ് എല്ലാവരും. കാരണം ഓരോ റെക്കോർഡിങ്ങിലും പുതിയ അറിവുകൾ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും ഞാനിപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഞാൻ ഓർക്കുകയാണ് സ്നേഹപൂർവ്വം. ഈ രാജേഷ് ചേർത്തലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഫ്ലൂട്ടിൽ ഇത്രമാത്രം മാജിക്കുകൾ കാണിക്കാമെന്ന് ഈ അടുത്ത കാലത്ത് രാജേഷിലൂടെയാണ്. അപ്പോൾ നമ്മൾ എത്രയോ പേര് ഫ്ലൂട്ട് വായിക്കുന്നവർ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. കാരണം എന്താ പറയുക, നമ്മളൊന്നുമല്ല, എത്രയോ നല്ല മ്യൂസിഷ്യൻസ് രാജേഷ് അത് എളിമയോട് പറഞ്ഞാണ്. എങ്കിലും ഞാൻ പറഞ്ഞ ഇപ്പം എന്തുകൊണ്ട് രാജേഷ് സെലക്ട് ചെയ്യുന്ന പാട്ടുകളുടെ പ്രത്യേകത ശ്രദ്ധിച്ചാണ്. എല്ലാം മെലഡി ആയിട്ടുള്ള, ആൾക്കാർക്ക് ഒരു വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള പാട്ടുകളാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇതുപോലെ റീച്ച് ആയത്. അങ്ങനെയുള്ള രാജേഷിനെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ 10 പാട്ട് ചെയ്തിരിക്കുന്നത്. അതും 4 പാട്ട് റിലീസ് ചെയ്തു, ബാക്കിയുള്ള പാട്ടുകൾ കുറേ വരുന്നുണ്ട്. ഇപ്പം എല്ലാവരും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം മൂവി സോങ് പോലെ അല്ലാതെ ഡിവോഷണൽ ആയതുകൊണ്ട് കുറച്ച് റീച്ച് വളരെ കുറവാണെങ്കിലും കേട്ടവർ മുഴുവൻ എൻ്റെ അടിക്കടിയുള്ള കമൻസൊക്കെ വായിച്ച് കഴിയുമ്പം ഞങ്ങൾ ഞെട്ടിപ്പോവാണ്. കഴിവിൻ്റെ ഗുണമെന്ന് പറഞ്ഞത് ഒന്ന് കേട്ടവർ പിന്നെയും വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. വേറെ പ്രത്യേകം ഞാനിപ്പോൾ അനുഭവിച്ചറിഞ്ഞത്, ചേട്ടൻ പറഞ്ഞ പോലെ ഈ ബഹളങ്ങൾ ആൾക്കാർ അവോയ്ഡ് ചെയ്ത് തുടങ്ങി, മെലഡി ശ്രദ്ധിച്ചു തുടങ്ങി. ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങൾ US ഒരു പൂമരം ഷോ ചെയ്തു. വിജയലക്ഷ്മി, നമ്മുടെ മരിച്ചുപോയ അബീക, ഞങ്ങളെല്ലാം കൂടി ഒരു കോമ്പിനേഷനായിരുന്നത്. പക്ഷേ ആ ഷോയുടെ പ്രത്യേകത ഫാസ്റ്റ് സോങ്സ് ഒന്നും പോലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വിജയലക്ഷ്മി ആണെങ്കിലും എൻ്റെ സെഷനാണെങ്കിലും പാടുന്നൊരു വിനീത് അവരെല്ലാവരും ഉണ്ടായിരുന്നു. ഫാസ്റ്റ് നമ്പേഴ്സ് ഒന്നും ഫുൾ മെലഡി ആയിരുന്നു. എന്നിട്ട് ഏകദേശം 3-4 മണിക്കൂർ സമയം വരെ ആൾക്കാർ ആ ഷോയെ ശരിക്കും സപ്പോർട്ട് ചെയ്തു. ആൾക്കാർ ശരിക്കും ഇഷ്ടപ്പെട്ട് ഭയങ്കര അഭിപ്രായങ്ങൾ കിട്ടി. പക്ഷേ ഈ മെലഡിയുടെ ഒരു പ്രത്യേകതയായിട്ടാണ് ഞാനത് കാണുന്നത്, ചേട്ടൻ പറഞ്ഞ പോലെ. മെലഡിയുടെ മാത്രം പ്രത്യേകതയല്ല, രാജേഷിൻ്റെ ആ ഒരു ആലാപനം തന്നെയാണ് ശരിക്കും എന്താ പറയുക, ഒരു ബ്ലെസ്സിങ് ആണ്, അത്ര പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഈശ്വരൻ നൽകിയ ഒരു വലിയ കഴിവാണ്. അതെ. ഇപ്പോൾ നമ്മൾ വ്യത്യസ്ത ഭാവങ്ങളാണ് ചെയ്തിട്ടുള്ളത്. വേറെ ഫീഡുകളില്ലേ, വെറൈറ്റി ആയിട്ടുള്ള ഓരോ സിനിമകൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഓരോ, അതൊന്ന് ഒരു നാട്ടുമ്പുറവും. അതെ. ഒരുപാട് വായിച്ചിട്ടുണ്ട് രാജേഷ്. ഇങ്ങനെ പെട്ടെന്ന് പിന്നെ അതുപോലെ രാജേഷ് വായിച്ചാൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള സംഭവമാണ് നമ്മുടെ മിനിങ്ങും മിന്നാമിനിങ്ങ എന്നുള്ള ആ പാട്ട്. അത് മില്യണുകൾ കഴിഞ്ഞ പാട്ടുകളാണ്. അതുപോലെ തന്നെ അറബിക്കഥയിലെ ആ ഒരു സോങ്, പിന്നെ പറയേണ്ട താരാപഥം, ഇതൊക്കെ ശരിക്കും ഇപ്പോഴും വീണ്ടും വീണ്ടും കേൾക്കാൻ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. രാജേഷ് വായിച്ചെങ്കിലും വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പാട്ടുകളിലെല്ലാം ലൈവായിട്ട് ഫ്ലൂട്ട് വായിച്ചിരിക്കുന്ന ഒട്ടുമിക്ക പാട്ടുകളും രാജേഷാണ്. അതിനകത്ത് ഉള്ള ഫ്ലൂട്ട് പോർഷൻ എല്ലാം വായിച്ചിരിക്കുന്നത് രാജേഷാണ്. അതുപോലെ തന്നെ പ്രേമം സിനിമയുടെ ആ ഒരു സോങ്, അതില്ല, ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പീഡ് ചെയ്ത് ഓരോന്നോരോന്നിട്ട്. മിനിങ്ങും ഞാൻ വായിക്കുമ്പോഴേക്കും അതിൻ്റെ പ്രോഗ്രാമർ സുമേഷ് ആനന്ദിനെ ഓർക്കുകയാണ്. സുമേഷാണ് സ്ഥിരം എൻ്റെ കൂടെ വായിക്കുന്നത്. അപ്പോൾ അത് മ്യൂസിക് ചെയ്തത് 4 മ്യൂസിക്സ് ആണ്. അവർക്കും സുമേഷിനും ഈ പാട്ട് അർപ്പിക്കുകയാണ്.
വായിച്ചു കഴിഞ്ഞാൽ രാജേഷിനെ ഒന്ന് വിടാൻ തോന്നൂല. അതാണ് തീർച്ചയായിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടിട്ട് ഈ പാട്ട് ഭയങ്കരമായിട്ട് feel ചെയ്യും. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ബിജുബാലേട്ടൻ്റെ പാട്ടാണല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ശാന്തി ചേച്ചി ഓർത്ത് പോയി. ബിജുവിൻ്റെ വൈഫ്. നമുക്കെല്ലാവർക്കും ഇപ്പോഴും മനസ്സിൽ ദുഃഖമുള്ള ഒരു സംഭവമായി പോയി അത്. അപ്പോൾ എന്നിട്ട് ചേച്ചിയെ ഓർക്കുകയാണ് ഈ സമയത്ത്. തീർച്ചയായിട്ടും. ആ പാട്ട് അതെ. ഞങ്ങൾ ഈ ഡിവോഷണൽ പാട്ടാണ് ഇപ്പം 10 പാട്ട് ചെയ്തെങ്കിലും ഈ ലൊക്കേഷനിൽ വരുന്ന സമയത്ത് രാജേഷിനെ കൊണ്ട് ഞങ്ങൾ വേറെ പല പാട്ടുകളും വായിക്കും. അപ്പം അവിടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് അറിയാതെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സമയം പോയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഈ ഷോയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ കിട്ടിയാൽ പോലും തീരത്തില്ലാത്ത രീതിയിലാണ് ചോദിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. എന്നാലും നമുക്ക് താരാപഥം ഒന്ന് പാടി അവസാനിപ്പിക്കാം. വായിക്കാം. എന്തായാലും ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകിയ വലിയൊരു കഴിവിൻ്റെ ഉടമയാണ് രാജേഷ് ചെർത്തല എന്ന ഈ ഒരു കലാകാരൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വീണ്ടും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. മലയാള സംഗീത ലോകത്ത് ഈ ഒരു പുല്ലാങ്കുഴലിൽ വളരെയേറെ ശ്രദ്ധേയനായിട്ട് തിളങ്ങാൻ സാധിക്കട്ടെ. വീണ്ടും നല്ല നല്ല ഒരുപാട് പ്രൊജക്റ്റുകൾ വരട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. ഒപ്പം ജിനോ കുന്നുംപുറം താങ്കൾക്കും ഒരുപാട് ക്രിസ്ത്യഭക്തി ഗാനങ്ങളുമായിട്ട് തന്നെ മുമ്പോട്ട് പോയിട്ട് ഈ ഒരു കൂട്ടുകെട്ട് തുടർന്നും പോകാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഞങ്ങൾക്കാണ് വളരെ സന്തോഷം. ക്രിസ്മസ് റിപ്പോർട്ടർ ടിവിയുടെ ആഘോഷിക്കാൻ പറ്റിയാൽ ഞങ്ങളുടെ സന്തോഷവും അറിയിക്കുന്നു. നന്ദി. എന്തായാലും റിപ്പോർട്ടർ ടിവിയിലെ അതിഥിയായ ഇരുവർക്കും നമ്മൾ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇന്നത്തെ ക്രിസ്മസ് രാവിൽ ശരിക്കും ഇന്നത്തെ വളരെ ഭക്തിസാന്ദ്രമാക്കിയിരിക്കുന്നു, സംഗീതസാന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ 2 കലാകാരന്മാരും. എന്തായാലും ഇവർക്ക് ഒരിക്കൽ കൂടി റിപ്പോർട്ടർ ചാനലിൻ്റെ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.